ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PNB അമേസിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ USSുമായി ബന്ധപ്പെട്ട് 6ാമത്തെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് ചെയ്ത മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയൊക്കെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എല്ലാവരും അത് കണ്ട് എടുത്ത് പഠിക്കുക. അപ്പോൾ സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് പാർട്ട് A മലയാളം, അതായത് മലയാളം ഫസ്റ്റാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: താഴെ കൊടുക്കുന്നവയിൽ വയലാർ അവാർഡ് കരസ്ഥമാക്കിയ യാത്രാ വിവരണം ഏത്? ഹിമവാന്റെ മുകൾ തട്ടിൽ, ഹൈമവതഭൂവിൽ, നൈൽ ഡയറി, അമർനാഥ് ഗുഹയിലേക്ക്. ആൻസർ ഹൈമവതഭൂവിൽ. 2. താഴെ കൊടുത്തവയിൽ എഴുത്തച്ഛൻ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കിളിപ്പാട്ട് പ്രസ്ഥാനം. 3. അജന്ത എന്ന കവിത ഏത് കവിതാ സമാഹാരത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ശ്യാമസുന്ദരി എന്ന കവിതാ സമാഹാരത്തിൽ നിന്ന്. 4. അവൻ നിങ്ങൾ കാണണം ഈ വാക്യം അർത്ഥപൂർണമാക്കാൻ ഏത് പ്രത്യയം ചേർക്കണം? ഉത്തരം A, അവനെ നിങ്ങൾ കാണണം എന്ന് വരും. 5. 2020 വയലാർ അവാർഡ് നേടിയ കൃതി ഏത്? ആൻസർ D, ഒരു വെർജീനിയൻ വേൽക്കാലം. 6. എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന പ്രസിദ്ധമായ പ്രസംഗം ആരുടേതാണ്? മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിൻ്റെ. അടുത്ത ചോദ്യം: അഴീക്കോട് സംസാരിക്കുന്നു എന്ന അഭിമുഖം ഏത് പുസ്തകത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്? സംസാരം എന്ന പുസ്തകത്തിൽ നിന്ന്. 8. മരപ്പൊടി മരത്തിൻ്റെ പൊടി ആണെങ്കിൽ 4-5 എന്ന പദം എങ്ങനെ എഴുതാം? 4 5. 9. ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായിരുന്ന പ്രസിദ്ധ കവി. കുമാരനാശാനായിരുന്നു ആ പ്രസിദ്ധ കവി. 10. മലയാള സാഹിത്യ നഭോമണ്ഡലത്തിൽ അപൂർവമായ പ്രകാശത്തോടു കൂടിയ ഒരു ജ്യോതിസിൻ്റെ ആവിർഭാവമാണ് വീണപ്പൂവ് കുറിച്ചത് എന്ന് നിരീക്ഷിച്ച കവി ആരെ? ഉള്ളൂർ S പരമേശ്വരയ്യർ. അടുത്തത് പാർട്ട് B മലയാളം, അഥവാ മലയാളം സെക്കൻഡ് ആണ്. ആദ്യത്തെ ചോദ്യം: പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി എന്ന ചെറുകഥ എഴുതിയതാരെ? T പത്മനാഭൻ. 2. വിമാനസഞ്ചാരി എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? വിമാനത്തിൽ സഞ്ചരിക്കുന്ന ആൾ. 3. പരൽമീൻ നീന്തുന്ന പാടം എന്ന ആത്മകഥാഭാഗത്ത് നാടകാവതരണത്തിന് സ്റ്റേജിൽ പെട്രോമാക്സ് വെളിച്ചം ഉപയോഗിച്ചതായി പറയുന്നു. എന്നാൽ പഴയ കാലത്ത് കഥകളി അവതരിപ്പിക്കുമ്പോൾ വെളിച്ചത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത് എന്താണ്? നിലവിളക്കാണ് ഉപയോഗിച്ചിരുന്നത്. 4. കഥാനായകൻ എന്ന പദത്തിൻ്റെ ശരിയായ വിഗ്രഹാർത്ഥമെന്ത്? കഥ പറയുന്ന നായകൻ. അടുത്ത ചോദ്യം: കന്മതിലിന്മേൽ കളം നിറഞ്ഞൊരു 4 അമ്പലപ്രാവുകൾ എന്ന പോലെ കൊച്ചനുജൻ എന്ന ഇടശ്ശേരിയുടെ കവിതയിലെ വരികളിൽ അടിവരയിട്ട പദം സൂചിപ്പിക്കുന്നത് ആരെയാണ്? വരൻ്റെ വീട്ടുകാരെ. 6. കേളികൊട്ടുക എന്ന ശൈലിയുടെ ആശയമെന്ത്? ആരംഭം കുറിക്കുക. 7. താഴെ നൽകിയിരിക്കുന്നവയിൽ കൂട്ടത്തിൽപ്പെടാത്ത പദമേത്? സാഗരം, സലിലം, സമുദ്രം, കടൽ. C സലിലം. 8. കാവിലെ പാട്ട് എന്ന കാവ്യം എഴുതിയതാരെ? ഇടശ്ശേരി ഗോവിന്ദൻ നായർ. 9. ഉമ്പായി എന്ന കലാകാരൻ ഏത് സംഗീത ശാഖയിലാണ് പ്രസിദ്ധനായത്? ഗസൽ. 10. പൂതപ്പാട്ട് എന്ന കവിത രചിച്ചതാരെ? ഇടശ്ശേരി. 11. ഹാജർ എന്ന പദം ഏത് ഭാഷയിൽ നിന്ന് സ്വീകരിക്കപ്പെട്ടതാണ്? അറബിക്ക്. 12. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിലാണ് കലാമണ്ഡലം ഹൈദരാലി പ്രശസ്തനായത്? കഥകളിയിലാണ്. 13. ശരിയായത് ഏത്? തന്നിരിക്കുന്നതിൽ A അഗാധം ആണ് ശരിയായത്. 14. ലോക മാതൃഭാഷാ ദിനം ഫെബ്രുവരി 21. നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇംഗ്ലീഷാണ്. റീഡ് ദ പാസേജ് കെയർഫുള്ളി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ ബൈ ചൂസിങ് ദ റൈറ്റ് ആൾട്ടർനേറ്റീവ്. പാസേജ് വായിക്കാം. സരോജിനി നായിഡു വാസ് എഡ്യൂക്കേറ്റഡ് ഇൻ ഹെർ ഏർലി ഇയേഴ്സ് under her father's own care.
He wanted her to become a great mathematician or scientist, but she loved to dream and write her poems. She was hardly 11 when she wrote her first poem. At 13, she wrote a long poem in the manner of famous English poets. After her matriculation in India, she went to England for higher education in Leicester. She met Sir Edmund Ross, a distinguished man of letters. He was impressed by her knowledge and intelligence. He was surprised to see that she had written poems in flawless English but felt disappointed to find that they had nothing of the East in them. They were all about English sides. From this day onwards, she devoted herself to writing verses about India. ഈ പാസേജിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സരോജിനി നായിഡു ലവ്ഡ് ടു ബിക്കം എ ഗ്രേറ്റ് മാത്തമാറ്റീഷ്യൻ ഓർ സയൻറ്റിസ്റ്റ്, ബി ആൻ ഇംഗ്ലീഷ് പോയറ്റ്, ബി ആൻ ഇംഗ്ലീഷ് ടീച്ചർ, ഡ്രീം ആൻഡ് റൈറ്റ് പോയംസ്. ആൻസർ, ഡ്രീം ആൻഡ് റൈറ്റ് പോയംസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഷീ റോട്ട് ഹെർ ഫസ്റ്റ് പോയം അറ്റ് ദ ഏജ് ഓഫ് 11. തേർഡ് ക്വസ്റ്റ്യൻ, she wrote a long poem like English poets at the age of 13. Fourth question, the word dash means distressed, flawless, higher, disappointed, hardy. Disappointed. Fifth question, Mahesh missed the school bus. He dash get late. Answer, will. He will get late. Sixth question, complete the sentence with a suitable simile. What a lovely voice Agnes sings dash. Answer, like a nightingale. Seventh question, if you dash me, I would have come with you. Answer, had asked. Eighth question, find out the word that describe a person's character. Answer, brave. Ninth question, the lady to dash you were speaking was my English teacher. Answer, whom? 10th question, stop worrying dash the past and think dash the future. Answer, D ആണ്. എബൌട്ടും ഓഫും ആണ് വരുന്നത്. നെക്സ്റ്റ് പാർട്ട് ഇ അടിസ്ഥാന ശാസ്ത്രമാണ് വരുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദഹനത്തിൻ്റെ ഭാഗമായി ഭക്ഷണത്തിലെ ഉപദ്രവകാരികളായ ബാക്ടീരിയകളെ നശിപ്പിക്കുന്നത് എവിടെ വച്ചാണ്? ആമാശയത്തിൽ വെച്ച്. 2, ശരീരകോശങ്ങളിൽ പോഷക ഘടകങ്ങളിൽ നിന്ന് ഊർജം സ്വതന്ത്രമാകണമെങ്കിൽ കോശങ്ങളിൽ ഉണ്ടായിരിക്കേണ്ട ഘടകം ഏത്? ഓക്സിജൻ. മൂന്നാമത്തെ ചോദ്യം, പ്രകാശത്തെ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ശരിയായ ജോഡി ഏത്? ആൻസർ, ബി ആണ്. കോൺകേവ് മിറർ, കോൺവെക്സ് ലെൻസ്. 4, നെല്ലിക്കയിൽ കൂടുതലായി കാണപ്പെടുന്നത് അസ്കോർബിക് ആസിഡാണ്. അത് ഏത് വിറ്റാമിൻ എന്നറിയപ്പെടുന്നു? വിറ്റാമിൻ സി. 5, മലിനീകരണം കൂടിയ നഗരങ്ങളിൽ അന്തരീക്ഷം ചാരനിറത്തിൽ കാണുന്നതിന് കാരണം എന്ത്? വിസരണമാണ് കാരണം. 6, ഒരു ഫിലമെൻ്റ് ബൾബിൽ വെള്ളം നിറച്ചു. ഇത് ഒരു ലെൻസായി പ്രവർത്തിക്കുമോ? ഏതു തരം? കോൺവെക്സ് ലെൻസായിട്ട്. 7, കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവൽ ഇനം ഏത്? പ്രിയങ്ക. 8, 2021 വർഷം ഐക്യരാഷ്ട്ര സംഘടന എന്തായി ആചരിക്കുന്നു? പഴം പച്ചക്കറി വർഷം. 9, സോപ്പിൻ്റെ പ്രധാന ഘടകമാണ് കാസ്റ്റിക് സോഡ. കാസ്റ്റിക് സോഡ വെള്ളത്തിൽ കലക്കിയാൽ വെള്ളം ചൂടാകും. 10, ടോട്ടിപൊട്ടൻസി എന്ന കോശത്തിൻ്റെ പ്രത്യേകത പ്രയോജനപ്പെടുത്തുന്ന രീതി. ടിഷ്യൂ കൾച്ചർ. 11, കോൺകേവ് മിറർ ഉണ്ടാക്കുന്ന പ്രതിബിംബം. യഥാർത്ഥ പ്രതിബിംബം. 12, മോട്ടോർ വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ്. സൾഫ്യൂരിക് ആസിഡ്. നെക്സ്റ്റ് വരുന്നത് പാർട്ട് ഇ സോഷ്യൽ സയൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ഭരണാധികാരി? വെല്ലസ്ലി പ്രഭു. 2, കുളച്ചൽ യുദ്ധം നടന്ന വർഷം? 1741.
3. മധ്യകാലഘട്ടത്തിൽ യൂറോപ്പിലെ പണ്ഡിത ഭാഷകളായി കരുതപ്പെട്ടിരുന്നത് ഏതൊക്കെ? ആൻസർ ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ. 4. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം തയ്യാറാക്കാൻ മുൻകൈയെടുത്ത ഡച്ച് ഗവർണർ? അഡ്മിറൽ വാൻഡീഡ്. 5. ഭൂമിയിലെ ആകെ ജലലഭ്യതയിൽ ശുദ്ധജലത്തിൻ്റെ അളവ് എത്ര ശതമാനമാണ്? 3%. 6. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ഇത് ആരുടെ പ്രഖ്യാപനമാണ്? ബാലഗംഗാധര തിലക്. 7. ദിക്കുകൾ കണ്ടെത്തുന്നതിനുള്ള ഉപകരണം? വടക്ക് നോക്കി യന്ത്രം. 8. റങ്കൂണിലേക്ക് നാടുകടത്തപ്പെട്ട ഇന്ത്യയുടെ അവസാനത്തെ മുഗൾ ഭരണാധികാരി? ബഹദൂർ ഷാ സെക്കൻഡ്. 9. ഭൂമധ്യരേഖ, ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ എന്നീ 3 അക്ഷാംശ രേഖകളും കടന്നു പോകുന്ന വൻകര? ആഫ്രിക്ക. 10. സതി നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ? വില്യം ബെൻഡിക് പ്രഭു. 11. റിസർവ് ബാങ്ക് ഗവർണർ ആര്? ശക്തികാന്ത ദാസ്. 12. ഹരിതഗൃഹ വാതകങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത് ഏത്? നൈട്രജൻ. ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്